സ്റ്റേജിലെ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരങ്ങളെ, മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ഒരു മഹാവ്യക്തിത്വത്തെ വിമർശിക്കുന്ന ഒരു പുസ്തകം വന്നതിന്റെ പേരിലാണ് അതിൽ ദുഃഖിതരായിരിക്കുന്ന കുറെ ആളുകളാണ് ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയും, ഇങ്ങനെ എത്ര പുസ്തകങ്ങൾ പുറത്തിറങ്ങിയാലും മാതാ അമൃതാനന്ദമയുടെ ഇമേജ് പെട്ടെന്ന് തകരുന്നതല്ല. ഇതൊരു സ്വാഭാവികമാണ്. എന്തെങ്കിലും വലിയ ആളുകൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്നോ അവരെ കൂടെ നടക്കുന്ന ആളുകൾ കുറവുണ്ടെന്നോ തോന്നിയാൽ എന്തെങ്കിലും പുസ്തകം എഴുതുക എന്നുള്ളൊരു പതിവാണ്. യേശു ക്രിസ്തുവിനെതിരായിട്ട് അത് എഴുതി. കർത്താവ് ഇങ്ങനെ കുരിശുമലിക്ക് പോകാൻ നോക്കുമ്പോ നോക്കി ഒരു പെണ്ണ് നിൽക്കണു. മക്കളെല്ലാം പറയും, അയ്യോ എനിക്ക് അവളുടെ കൂടെ ജീവിച്ച് കല്യാണം കഴിച്ചാണ്ട് കൂടെ ജീവിച്ചാൽ മതി, എന്തിനാ ഞാൻ ഈ കുരിശുമ കയറണേ എന്ന് യേശുവിനെ തോന്നിയെന്ന് ആ പുസ്തകത്തിൽ എഴുതിയില്ലേ. ഇത് നാടകം ഉണ്ടായില്ല. 2000 കൊല്ലങ്ങൾക്ക് ശേഷം ഇയാൾക്ക് തോന്നിയത്, കർത്താവിന് തോന്നിയതില്ല. കർത്താവ് ക്രൂശിലേക്ക് പോയി തന്റെ ജീവനെ കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് ഇവൻ അവന്റെ ധീരതയ്ക്ക് അനുസരിച്ച് അങ്ങനെ പോയപ്പോ കുരിശിന്റെ അവിടേക്ക് എന്തിനാ കഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് നിൽക്കണം തോന്നിയെന്ന് ഇവന് തോന്നിയെങ്കിൽ 2000 കൊല്ലങ്ങൾക്ക് ശേഷം തോന്നിയെന്ന് പറഞ്ഞാൽ ആരും അതിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ലെങ്കിലും വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങൾ ഇതിനെതിരായി ശബ്ദിക്കും. ഞാനും അന്ന് ആ പ്രതിഷേധത്തില് സംബന്ധിക്കുകയുണ്ടായിട്ടുണ്ട്. ഒരു വലിയ ഒരു പ്രതിഷേധമാണെന്ന് 5-ാം തിരുമുറിവെന്ന് 6-ാം തിരുമുറിവെന്ന് ഏതൊരു മുറിവെന്ന് പറഞ്ഞിട്ട് ഒരു നാടകം എഴുതിയുണ്ടാക്കിയ സമയത്ത് ഉണ്ടായത്. ഒരു വലിയ ആൾക്കൂട്ടം. എന്താണ് അനാവശ്യമായ തോന്നിയാസങ്ങൾ ചെയ്യുമ്പോൾ അതിനെ എതിർക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ കടമയാണ്. മാതാ അമൃതാനന്ദമയി എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. 1993 ഷിക്കാഗോയിലെ ഒരു മഹാസമ്മേളനം, മത സമ്മേളനം ഉണ്ടായിരുന്നു. അത് 1893 സ്വാമി വിവേകാനന്ദൻ പ്രസംഗിച്ച് അമേരിക്കക്കാരെയൊക്കെ ഇന്ത്യയിലും വിവരമുള്ള ആളുകളുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്ത ഒരു മഹാസമ്മേളനത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിന് യോഗ്യതയുള്ള ഒരാളെ അവിടെ പ്രസംഗനായിട്ട് വേണം. അതിന്റെ ഭാരവാഹികൾ ആലോചിച്ചപ്പോൾ മാതാ അമൃതാനന്ദമയ്യെ കൊണ്ടുവന്നു. ആരെങ്കിലും പറഞ്ഞാൽ ഒരുത്ത് ഇംഗ്ലീഷ് അറിയോ എന്നൊക്കെ ചോദിക്കുക. ഞാൻ ആ പ്രസംഗം കേട്ടില്ല. തലേദിവസം ഞാൻ ആ സമ്മേളനത്തിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ അദ്ദേഹത്തിന്റെ മാതാവിന്റെ അസിസ്റ്റന്റായ ആ സ്വാമിജിയോട് ചോദിച്ചു, മാതാ അമൃതാനന്ദമയി വന്നില്ലേ? ഇല്ല, നാളെയാണ് അവരുടെ പ്രസംഗം. അപ്പോൾ ആ ലോക മത സമ്മേളനത്തിലെ ആ 100ാം വാർഷികത്തിന്റെ വലിയ സമ്മേളനത്തിലെ വളരെ പ്രഗത്ഭരായ വ്യക്തികളുണ്ട്. പക്ഷെ ഇന്ത്യയിൽ നിന്ന് പ്രസംഗിക്കാനായിട്ട് ക്ഷണിച്ചത് ഇവരെയാണ്. അതിലെനിക്ക് അഭിമാനം തോന്നി. ഞാനവിടെ ഒരു റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു പത്രവുമായി ബന്ധപ്പെട്ട വിധത്തിലാണ് ഞാൻ അവിടെ പോയത്. എന്റെ തൊപ്പിയും മാലയൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ഡെലിഗേറ്റ് അല്ലാതായിരുന്ന ഒരാൾ. ഞാൻ ഷിക്കാഗോയിൽ എന്റെ പള്ളിക്കാരെ കാണാൻ പോയപ്പോഴാണ് ഈ വിവരം കേട്ടത്. ഞാൻ പറഞ്ഞു, എനിക്കും സംബന്ധിക്കണം. അതുകൊണ്ട് അങ്ങനെ സംബന്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ ഫീസ് കൊടുത്തല്ല എൻട്രൻസ് ഉണ്ടാവുള്ളൂ. പത്രക്കാരനാണെങ്കിൽ പിന്നെ എളുപ്പത്തിൽ കിട്ടിയത്. അങ്ങനെ ഞാനും പത്രത്തിന്റെ ഒരു പാസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, സൗത്ത് ഏഷ്യ റിലീജിയസ് ന്യൂസ്, SAR ന്യൂസ്, അതിന്റെ പാസ് കാണിച്ചപ്പോ ശരി, എനിക്കൊരു സീറ്റുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്വാമി വിവേകാനന്ദ പ്രസംഗിച്ച് അമേരിക്കയെ ഇളക്കിയ മഹായോഗത്തിന്റെ 100ാം സമ്മേളനത്തിൽ ഭാരതത്തിൽ നിന്ന് സംസാരിക്കാൻ മാതാ അമൃതാനന്ദമയിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മാത്രമല്ല, അവർക്ക് 50ാം വാർഷിക സമയത്ത് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ മകള് അന്ന് സമ്മേളനം സംബന്ധിക്കാനായിട്ട് കൊച്ചിയിൽ വന്നു എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. ഞാൻ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹവുമായിട്ട് അവിടെ നടക്കാനായിട്ട് വളണ്ടിയറായിട്ടാണ് അവിടെയും കയറി പറ്റിയത്. അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു ഇന്ത്യക്കാരുടെ അവിടെ നിന്ന് വലിയ സ്ഥാനമൊന്നും ഉണ്ടാകില്ല. എങ്കിലും നോബൽ സമ്മാനം കിട്ടിയ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസംഗത്തിന് എനിക്ക് കേൾക്കണം, ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്നൊരു വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞ് സംഘടിപ്പിച്ച് അവർ പറഞ്ഞു, പാസ്സൊന്നും ഇല്ലല്ലോ, വളണ്ടിയർ ആകാം. അങ്ങനെ എന്റെ അകത്ത് കയറാൻ എനിക്ക് അദ്ദേഹത്തിന്റെ പിന്നാലെ ഞാൻ പോയി. യുണൈറ്റഡ് നേഷൻസിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ ആ മഹാനായ വ്യക്തിയെ ഞാൻ ഓർക്കാനുള്ള കാരണം, മാതാ അമൃതാനന്ദമയുടെ 50ാം വാർഷികത്തിന് വന്ന വിശിഷ്ട വ്യക്തികളിലെ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ മകളുണ്ടായിരുന്നു. മാർട്ടിൻ ലൂതർ കിങ്ങിനെ നോബൽ സമ്മാനം കൊടുത്തത് 1963 തോന്നുന്നു. അത് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് ആലോചനകൾ തുടങ്ങിയപ്പോഴേക്കും ചിലൊരു പുസ്തകം എഴുതി വന്നു, അവിടെ ഒരു പെണ്ണുണ്ട്, ഇവിടെ പണമുണ്ട്, ആ പെണ്ണിന്റെ പിന്നാലെ ഈ മാർട്ടിൻ ലൂതർ കിങ് ഇങ്ങനെ നോക്കി എന്നൊക്കെ. അങ്ങനെയൊക്കെ വലുത് എഴുതി കഴിഞ്ഞാൽ ഇയാളുടെ ഈ ഇമേജ് അങ്ങ് തകർത്താൽ ഇയാൾക്ക് നോബൽ സമ്മാനം കിട്ടില്ല.
ഈ കറുത്തവന് ഇത് കിട്ടാനോ വെളുത്തവനത് സഹിക്കുന്നില്ല. അതാണ് അവിടെ കാര്യം. അമേരിക്കയിലെ വെളുത്തവനെ കറുത്തവനൊപ്പം നടക്കുന്നത് പോലും ഇഷ്ടമില്ലാത്ത കാലത്ത് നോബൽ സമ്മാനം, സമാധാനത്തിന്റെ നോബൽ സമ്മാനം വെളുത്തവന് കിട്ടാതെ കറുത്തവന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സഹിക്കില്ല. അപ്പൊ പത്രക്കാരനോ ആരോ ഒരാൾ കയറി വന്നു, പെണ്ണിനെ നോക്കി പുസ്തകം എഴുതി. ഒന്നും സംഭവിച്ചില്ല, അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുകയും ചെയ്തു. വലിയ വലിയ ആളുകളാകുമ്പോൾ സൂക്ഷിക്കണം, കുറേയൊക്കെ എതിർപ്പുകളുണ്ടാവും. ഞാൻ പറഞ്ഞാൽ വലിയ ആളാവാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എതിർപ്പുകളുണ്ടാവും. പക്ഷേ ഇത് പ്രവർത്തിക്കാതിരുന്നാലൊന്നും സാധ്യമല്ല. ഈ സമൂഹത്തിൽ നമുക്ക് ചെയ്യാനുള്ള കഴിവുകളെ ദൈവത്തിൽ ആശ്രയിച്ച് മറ്റുള്ളവരുമായി സഹകരിച്ച് മുന്നോട്ട് പോയാൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്നൊരു മെഡിക്കൽ കോളേജൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് വളരെ ഭാരവും വളരെ കോടിക്കണക്കിന് പണം ആവശ്യമാണ്. എനിക്ക് വല്ല ചെറിയ നഴ്സിംഗ് സ്കൂളോ അല്ലെങ്കിൽ നഴ്സറി സ്കൂളോ അങ്ങനെ വലുതൊക്കെ എനിക്ക് വേണേ പറ്റുള്ളൂ. കാരണം വലിയ ഉത്തരവാദിത്തങ്ങളുള്ള കോടിക്കണക്കിന് കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ മാതാമൃതാനന്ദമയ്ക്ക് സാധിച്ചത് ഡിഗ്രികൾ കൊണ്ടല്ല, ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിന്റെ അനുഗ്രഹവും. ആശ്രയം നമ്മുടെ ശ്രമമാണ്, അനുഗ്രഹം ദൈവം നമുക്ക് നൽകുന്നതാണ്. അത് ദൈവം നൽകുമ്പോൾ നമുക്ക് വൻകാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും എനിക്ക് സാധാരണഗതിയിൽ സാധിക്കുന്നതിന് അപ്പുറമായ ഒന്നിലേക്ക് നീങ്ങുമ്പോൾ ചിലർ ചോദിക്കും, സാധിക്കുമോ? ഞാൻ പറഞ്ഞു, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ സാധിക്കും എന്നൊരു വിശ്വാസിയാണ് ഞാൻ. മാത്രമല്ല, ഇങ്ങനെയുള്ള എഴുത്തുകൾ, ഞാനൊരു എഴുത്തുകാരനാണ്. ഞാൻ എൻ്റെ 74-ാം വയസ്സിലെ 74-ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. 75 എഴുതിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ലോകത്തിന്റെ മിക്ക രാജ്യങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, യാത്രാവിവരണങ്ങൾ. ഞാനൊരു എഴുത്തുകാരനാണെങ്കിൽ 75 പുസ്തകത്തിൽ ഒന്നിലും മറ്റുള്ളവനെ കുറ്റപ്പെടുത്താനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ലോകത്തിന്റെ മിക്ക രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. മിക്ക ആളുകളും എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. സുകുമാർ അരിക്കോട് സാറടക്കം അതിന്റെ ഫലിത പുസ്തകത്തിന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ വന്നിട്ടുള്ള 48,000 കോപ്പിയോ മറ്റോ സർക്കുലേഷൻ വന്ന ഒരു ലാഫ് വിത്ത് ദ ബിഷപ്പ് എന്ന പുസ്തകത്തിന് അദ്ദേഹത്തിന്റെ ഫോർവേഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നിലും മറ്റുള്ളവൻ ഞാൻ എഴുതുമ്പോൾ ചിന്തിക്കും, മറ്റുള്ളവനെ കുറ്റപ്പെടുത്തിയിട്ട് പേരെടുക്കാൻ എന്റെ തൂലിക ചലിക്കാൻ പാടില്ല. തൂലികയ്ക്ക് വലിയ ശക്തിയുണ്ട്, പക്ഷെ ധർമ്മബോധത്തോടുകൂടി ഉപയോഗിച്ചില്ലെങ്കിൽ അത് ദോഷമാണ്. ആയതുകൊണ്ട് ഈ സമൂഹത്തോടുള്ള കടപ്പാട് നമുക്കുണ്ട്. തൂലികയെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവരെ പോലും നമ്മൾ വിമർശിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം, എന്നിട്ട് വേണം എഴുതാൻ. ഇതിപ്പോ ഒരു സ്ത്രീ ഇവിടെ വെച്ചല്ല എഴുതിയത്, ഇവിടെ വെച്ച മാതാ അമൃതാനന്ദമയുടെ ആനുകൂല്യങ്ങൾ അനുഭവിച്ച് ഇവിടെ ജീവിച്ച ആ സ്ത്രീ അവളുടെ സ്വന്തം ഇഷ്ടത്തിന് പോയതിന് ശേഷം വേറെ രാജ്യത്ത് പോയിട്ട് പുസ്തകം എഴുതിയിട്ട് പറയാണ്, എടാ ഞാൻ ധീരകൃത്യം കാട്ടി. അവരവിടെ നിന്ന് കാട്ടിയോട്ടെ, ആരും നോക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് ചലനം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യത്തിന്റെ പിന്നാലെ ആളുകൾ ഓടിക്കോളും, അത് സ്വാഭാവിക. ശങ്കരാചാര്യരൊക്കെ അറസ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഒത്തിരി പത്രങ്ങളിലും ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറ്റവിമുക്തമായ ഒരു കുറ്റം അദ്ദേഹത്തിന് ഇല്ല എന്ന് വന്നപ്പോൾ അത് ചെറിയ വരിയിൽ ഒതുങ്ങി. അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. മറ്റുള്ളവനെ കുറ്റപ്പെടുത്തുന്നതിൽ സന്തോഷിക്കുന്നൊരു ലോകമാണിത്. അപ്പൊ അതുകൊണ്ട് മാതാമൃതാംബിയുടെ നല്ല ഉപദേശങ്ങൾ കേട്ട് പ്രാപിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ ഒരു മലയാള പുസ്തകം, 2 പുസ്തകമാണെന്ന് തോന്നുന്നു, റിലീസ് ചെയ്തത് എവിടെയാണെന്ന് എനിക്ക് പറയുമ്പോൾ ഹോളിലോ എവിടെയോ ഞാൻ ചെയ്യുകയുണ്ടായിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. ഞാനാണ് അതിന്റെ പുസ്തകത്തിന്റെ പ്രകാശനം നടത്തിയത്. ഞാൻ ആ പുസ്തകം വായിച്ചു നോക്കി. വളരെ ലളിതമായ ഭാഷയിൽ കൂടെ നല്ല ഉപദേശങ്ങൾ നൽകുന്നു. ടിവിയിലും ചിലപ്പോഴൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വളരെ ലളിതമായ ഭാഷയിൽ കൂടെ പ്രസംഗിക്കുന്നു. സമൂഹത്തെ നന്മ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. അത് വലിയ വലിയ സ്ഥാപനങ്ങളിൽ കൂടെ സമൂഹത്തിലെ എക്സലൻസ് വർദ്ധിക്കാൻ, സമൂഹത്തിൽ സേവനം വർദ്ധിക്കാൻ അവർ ശ്രമിക്കുന്നു. ഗവൺമെന്റിന് മാത്രം എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ സപ്പോർട്ടും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ വിജയിക്കുകയുള്ളൂ, ഈ സമൂഹത്തിന് നന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വലിയൊരു പ്രവർത്തനത്തിലെ ഒരു വലിയ പങ്ക് വഹിക്കാൻ മുന്നോട്ട് വന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടാകുന്ന എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ധീരമായി മുന്നോട്ട് പോകുന്ന മാതാ അമൃതാനന്ദമയിക്ക് എല്ലാ വിധത്തിലുള്ളായ നല്ല അനുഗ്രഹങ്ങളും സപ്പോർട്ടും ഉണ്ടാകട്ടെ എന്നും ജീവിത സമാധാനം ഉണ്ടാകട്ടെ എന്നും. ഇതിനെതിരായി ശബ്ദിക്കുന്ന ശക്തികൾ അവിടെയും ഇവിടെയും ചലിച്ചാലും കാര്യമായി ഒന്നും തന്നെ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുന്നതാണ് ഭക്തരുടെ ഈ കൂട്ടായ്മ. ആയതുകൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഇന്ന് ഞായറാഴ്ച ദിവസം കുറെ പരിപാടികളുടെ നടുവിലാണ് ഞാൻ ചാടി പോന്നിരിക്കുന്നത്. അങ്ങോട്ട് തന്നെ ഓടി വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി എന്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങളോട് ഞാൻ നന്ദി പറയുകയും
ഇത് സംഘടിപ്പിച്ച ഭാരവാഹികളോട് ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് മാതാമൃതാനന്ദമയ്ക്കെതിരായുള്ള ഈ തെറ്റായ പ്രചരണങ്ങൾ അതിൽ ആരും വിശ്വസിക്കാതെ അവരുടെ നന്മ കുറച്ചുകൂടെ വർദ്ധിച്ച് ലോകം അറിയുവാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.